പഴയ പാട്ടുകളിട്ട് അങ്ങനെ പോകും. കാരണം ഒറ്റക്ക് പോകുന്നതാണല്ലോ, നമുക്ക് മൂഡ് ഓഫ് ആകത്തില്ല, ഉറക്കം വരത്തില്ല. കയ്യിലിതാ കടലൊക്കെ വെച്ച് ഇതണ്ട കുപ്പിയിൽ കടലൊക്കെ വെച്ച് അങ്ങനെ പോകും. കാരണം നമ്മളൊരു ദിവസം ഒരു 3.5 മണിക്കൂർ 4 മണിക്കൂർ ഡ്രൈവ് ചെയ്യും വൺ വേ. അപ്പോൾ 2 വേ 8 മണിക്കൂർ ഡ്രൈവ് ചെയ്യും. അപ്പം ഞാൻ ദുബായിൽ നിന്ന് ബോംബെയിൽ നിന്ന് ദുബായിലോട്ട് പോവുകയും അവിടെ ദുബായിൽ വർക്ക് ചെയ്ത് റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്തു, കോഫി ഷോപ്പിൽ വർക്ക് ചെയ്തു, എക്സ്പീരിയൻസ് ഒക്കെ ആയി. അങ്ങനെ ലാസ്റ്റ് 2007 എനിക്ക് നമ്മൾ ദുബായിൽ ഒരു കോസ്റ്റ കഫേ എന്നുള്ള സ്ഥലത്ത് വർക്ക് ചെയ്യുന്നു, റെസ്റ്റോറൻറ്റ് മാനേജറായിട്ട്. അപ്പോൾ അവിടെ നിന്നാണ് എനിക്ക് ഒരു ചാൻസ് എടുത്തത് യുകെയിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അത് ഏകദേശം ഒരു ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു. ഫ്രീ റിക്രൂട്ട്മെന്റ് എന്ന് പറയാം, കാരണം നമ്മൾ ഇതിന് അഡ്വാൻസ് ആയിട്ടൊന്നും പേയ്മെന്റ് ചെയ്തില്ല. കമ്പനിയുടെ ഓണേഴ്സ് അവിടെ ഡയറക്റ്റ് വന്നിട്ട് റിക്രൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഒറിജിനലി അവർ എന്താണ് ഒരു ഫിലിപ്പീനോ മാനേജേഴ്സിനെ റിക്രൂട്ട് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഞാൻ ആ സമയത്ത് അവിടെ ദുബായിൽ ന്യൂസ് പേപ്പറിൽ ക്ലാസിഫൈഡ് ഖലീജ് ടൈംസ് ആവുന്നത്, ഖലീജ് ടൈംസിൽ ക്ലാസിഫൈഡ് ഇതിൽ കണ്ടപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്തു. അപ്പോൾ എന്നെ വിളിച്ചു, അവർ ഇൻ്റർവ്യൂവിന് വിളിച്ചു. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോയി. കമ്പനിയുടെ ഓണർ നമ്മളായിട്ട് നല്ല ഇന്ത്യക്കാരനായിരുന്നു. ഇന്ത്യക്കാരൻ വെച്ചാൽ ഒറിജിനൽ ബോൺ ആൻഡ് ബോട്ട് അപ്പ് ഇൻ UK, ഒറിജിനൽ ഫ്രം ഇന്ത്യ, പഞ്ചാബി. അപ്പോൾ അവർ നമ്മൾ ഇൻട്രസ്റ്റായി. നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടും അങ്ങനെ അവിടെ പോയി ഇൻ്റർവ്യൂ കഴിഞ്ഞു. ഇൻ്റർവ്യൂവിൽ നമുക്ക് ടെക്നിക്കലായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, ഹോട്ടലുമായി ബന്ധപ്പെട്ട, ഹോട്ടൽ റെസ്റ്റോറൻറ്റുമായി ബന്ധപ്പെട്ട. അതൊക്കെ നമ്മൾ പാസ്സായി. ഒരു 2 മാസം കൊണ്ട് നമ്മൾ യുകെയിലെത്തി. പിന്നെ അവിടെ ഡൊമിനോസ് പിസ്സയിൽ സ്റ്റോർ മാനേജറായിട്ട്, കാംബ്രിഡ്ജിൽ.